C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അന്ന് ബർത്ത്ഡേക്ക് ഇവിടെ വന്നപ്പോ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടതുവാ, ഈ അഭിനയമൊക്കെ കഴിയുമ്പോ മാഡത്തിന് തന്നെ അതൊരു ബാധ്യത ആവരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. രാജാറാം സർ പറഞ്ഞത് അതേ അർത്ഥത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കി. ഞാൻ മറുപടി പറയാം. ഇന്ന് ഓഫീസിൽ നടന്നതൊക്കെ തികച്ചും യാദൃച്ഛികമൊന്നുമല്ല. ആരുമില്ലാത്തൊരു പെൺകുട്ടിയെ പറ്റിച്ചതിന് അവൾക്ക് തോന്നിയൊരു ഫ്രസ്ട്രേഷൻ, ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന ഒരാളെ കാത്തിരുന്നിട്ട് ഒടുവില് എല്ലാം വെറുതെ ആയിരുന്നു എന്ന തോന്നലിൽ നിന്നുണ്ടായ ഒരു തരം ദേഷ്യം, പ്രതീക്ഷിച്ചവരാരും കൂടെയില്ല എന്നുള്ള തിരിച്ചറിവും, എല്ലാം കൂടി ആലോചിച്ചപ്പോ കയ്യിൽ നിന്നില്ല രാജാറാം സർ. ശ്രീലക്ഷ്മി ഓഫീസിലുണ്ടായതുകൊണ്ട് ഒരു പരിധി വരെ ഞാൻ പിടിച്ചു നിന്നെങ്കിലും പിന്നീട് എപ്പോഴോ ഞാൻ ഔട്ട് ഓഫ് കൺട്രോൾ ആയി. മനസ്സിലായി സാന്ദ്ര മാഡം. ഇങ്ങോട്ടൊന്ന് ഞാനിത് ചോദിക്കുമ്പോ മാഡം എന്തുത്തരം പറയൂന്ന് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ക്ലിയറായി. ഇനി നിന്നാ നമ്മൾ രണ്ടാളും ഓഫീസിലെത്താൻ ലേറ്റ് ആവും. ഞാൻ ഇറങ്ങുവാ. മാഡവും പോയി ഫ്രഷ് ആയിട്ട് വേഗം ഓഫീസിലേക്ക് വാ. ശരി. എന്തു പറ്റി സർ? എന്താ സാറിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഈ യാത്ര സാറിന് ബുദ്ധിമുട്ടായോ? സാറിന് ഈ നാട്ടിലേക്ക് വന്നത് ഇഷ്ടായില്ലേ? എന്തേലും പ്രശ്നമുണ്ടോ? സാറിനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുവന്നുകൊണ്ടാണോ സാറ് ഒന്നും മിണ്ടാത്തത്? സാർ, സോറി സാർ. ശ്രീലക്ഷ്മി, സോറി. ഞാൻ മറ്റെന്തൊക്കെയോ ചിന്തിച്ചിരിക്കുകയായിരുന്നു. താൻ എന്തൊക്കെയാ പറയുന്നത്? തന്നോടൊപ്പം വരാൻ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ താൻ ഈ ക്ഷേത്രത്തിലേക്ക് വരാന്ന് പറഞ്ഞപ്പോ ഞാൻ എതിരൊന്നും പറയായിരുന്നു. ഞാൻ ആലോചിച്ചിരുന്നത് നമ്മുടെ കുടുംബത്തെക്കുറിച്ചാണ്. ഒരു ഉറുമ്പിന് പോലും ഉപദ്രവമുണ്ടാകരുതെന്ന് ചിന്തിക്കുന്ന നമ്മളുടെ കുടുംബത്തിന് എന്തൊക്കെ സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഐ വാസ് തിങ്കിങ് അബൌട്ട് ദാറ്റ് ശ്രീലക്ഷ്മി. പാവം അമ്മ എല്ലാ പ്രശ്നങ്ങൾക്കിടയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. വിഷമിക്കണ്ട സർ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ക്ഷേത്ര സന്ദർശനം ഒരു പരിഹാരം ഉണ്ടാക്കി തരുന്ന എന്റെ വിശ്വാസം. സാർ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാനില്ലേ സാറിന്റെ കൂടെ? എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി അന്വേഷിച്ചാണ് സർ നമ്മുടെ ഈ യാത്ര. ആ ഫോട്ടോയിലുള്ള രാഗസുതയെ കണ്ടെത്തുന്നതോടെ എന്റെ അന്വേഷണങ്ങൾക്കൊരു പുതിയ വഴിത്തിരിവുണ്ടായി. ഇത്രയും വേഗം ഞാൻ എന്നെ രാജനന്ദിനെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കും. അതോടെ എല്ലാ പ്രശ്നങ്ങളും മാറി പുതിയൊരു ജീവിതം നമുക്കുണ്ടാവും സർ. എന്റെ പൊന്ന് കൃഷ്ണൻകുട്ടി, ഞാൻ പറയുന്നത് സത്യമാണ്. എന്റെ കയ്യിൽ ഇനി ഒരു നയാ പൈസ ഇല്ല. ഉള്ള പൈസയല്ലേ ഞാൻ തന്നത്. കൃഷ്ണൻകുട്ടി, ദൈവത്തിന്റെ പേരും വച്ചിട്ട് ഇങ്ങനത്തെ വർത്താനം പറയല്ലേ. ഹലോ ഹലോ കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി, ഹലോ. കയ്യിലുള്ള കാശെല്ലാം തീർന്നല്ലോ. 25 ലക്ഷം തീരാ 25 ദിവസം പോലും വേണ്ടി വന്നില്ല. ആ രേഖ മാഡത്തിന് ഒന്നുകൂടി എങ്ങനെയെങ്കിലും സോപ്പിടണം. പൊന്മുട്ടയിടുന്ന ഒരു താറാവാണത്. കൊല്ലാതെ കുറച്ച് ഏഷണി, കുറച്ച് കുശുമ്പും കുന്നായ്മയും, കുറച്ച് പകയും വിദ്വേഷവും ഉണ്ടാക്കുന്ന രീതിയിൽ സോപ്പിട്ടിങ്ങെടുത്താൽ കാശ് ഒഴുകി ഒഴുകി വന്നോളൂ. ഞാൻ ഇവിടെ വന്ന നാളിരുന്ന്
മുടങ്ങാതെ എന്നും രാഗസുധ കോവിലേക്ക് വരാറുണ്ട്. അപ്പോ ഇന്നും വരുമല്ലേ? വരും കുഞ്ഞെ. രാഗസുധയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ തിരക്കി വന്ന ദിവസമല്ലേ ഇന്ന്. ഇന്ന് രാഗസുധ വരും. അങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ തിരഞ്ഞു നടന്ന് എന്റെ അനിയത്തി രാഗസുധയുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടുകൂടി രാജനന്ദിനിയായി ശ്രീലക്ഷ്മി പുനർജനിച്ചപ്പോ ഒരു കാര്യം ഉറപ്പ്, ഇനി നടക്കാൻ പോകുന്നത് ഊഹത്തിനും അപ്പുറമുള്ള സംഭവങ്ങളാവും. എന്റെ ഭർത്താവ് രവി സാറിനും എന്റെ അനിയത്തി രാഗസുധയ്ക്കും താങ്ങും തണലുമാകേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം രണ്ടാണ്, ഭാര്യയായും ചേച്ചിയായും. ഇതേതോ വലിയ ഓഫീസാണെന്ന് തോന്നുന്നല്ലോ. രാജാറാം സർ, രവി സാർ പറഞ്ഞ ഫയല് കിട്ടിയിട്ടുണ്ട്. സാർ ഒന്ന് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ മാഡം, വരൂ. മുത്തുമാരിയമ്മ എന്റെ പ്രാർത്ഥന കേട്ട് ഞാൻ അറിയാതെ ഞാൻ തിരിഞ്ഞു നടന്ന എന്റെ ശത്രുവിനെ എന്റെ മുന്നിൽ തന്നെ എത്തിച്ചു തന്നു. ഇനി എന്റെ ഊഴവ. വർഷങ്ങളായി ഞാൻ രാഗം എനിക്ക് വെച്ചിരുന്ന എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോ രവിചന്ദ്രവർമ്മൻ എന്ന നീ തിരിച്ചറിയണം. നീ ജീവനെടുത്ത രാജനന്ദിനിക്ക് സ്വയം ജീവൻ നഷ്ടപ്പെടുത്തിയും നിന്റെ ഉയരെടുക്കാൻ പ്രാപ്തിയുള്ള അനിയത്തി രാഗസുധ ഉണ്ടായിരുന്നു എന്ന്. എക്സ്ക്യൂസ് മീ, അയ്യോ, ആരാ നിങ്ങള്? ആരെങ്കിലും വിളിച്ചിട്ട് വന്നതാണോ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ, ആരാ നിങ്ങള്? എന്തിനാ ഇവിടെ വന്നത്? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ, ഏയ് ഹലോ, സെക്യൂരിറ്റി, സെക്യൂരിറ്റി. ഓഫീസിനകത്ത് ഏതോ ഒരു അൺനോൺ പേഴ്സൺ എത്തിയിട്ടുണ്ട്. ഇന്ന് വിസിറ്റേഴ്സ് ആരെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? വിസിറ്റേഴ്സ് ആരുമില്ല മാഡം. ലോഡിന്റെ ബില്ല് വാങ്ങാൻ ലോറിക്കാർ മാത്രമേ ഇപ്പൊ വന്നുള്ളൂ. ലോറിക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരു അൺനോൺ ലേഡി പെർമിഷൻ ഓർ വിതൗട്ട് പെർമിഷൻ ഈ ഓഫീസ്.
കണ്ടോ? ഇല്ല മാഡം, ഞാൻ നമ്മുടെ ഓഫീസിന്റെ എല്ലാ ഭാഗത്തും നോക്കി, എവിടെയും മാഡം പറഞ്ഞ പോലെ ഒരാളെ കണ്ടില്ല. അപ്പോ എന്റെ തോന്നലാണെന്നാണോ താനീ പറഞ്ഞു വരുന്നത്? ഒരു സ്ത്രീ അനുവാദമില്ലാതെ നമ്മുടെ ഓഫീസിൽ കയറിയിട്ട് ഞാൻ പിന്നിൽ നിന്ന് വിളിച്ചിട്ട് നിൽക്കാതെ ഓഫീസിനകത്തേക്ക് കയറിപ്പോയെന്ന് പറയുമ്പോ അതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? ഞാൻ ഓഫീസെല്ലാം അരിച്ചു പറക്കി മാഡം, പക്ഷെ കണ്ടില്ല. അനുവാദമില്ലാതെ അകത്ത് കയറി അവളെ കൈയോടെ പിടിക്കണം. വരുന്നവർക്കും പോകുന്നവർക്കും കയറിനിറങ്ങാൻ ഇത് സത്രമൊന്നുമല്ല. പോയി നോക്ക്. ശരി മാഡം. ഐ വാണ്ട് വിത്തിൻ ഹാഫ് ആൻ അവർ. ഗോ സെർച്ച്. ഓക്കെ. ആരാണ് സ്ത്രീ? അവര് പിന്നെ എങ്ങോട്ടാ പോയത്? രവിചന്ദ്രവർമ്മൻ, ഈ കാണുന്നതിന്റെയൊക്കെ അവകാശി. വിശ്വാസം എന്ന 3 അക്ഷരത്തിന്റെ ബലത്തിൽ നീ തുടങ്ങിയതെല്ലാം മരണമെന്ന 3 അക്ഷരം കൊണ്ട് ഞാൻ തീർക്കും. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന ഈ ഓഫീസിലേക്ക് വൈസ് പ്രസിഡന്റായി നെഞ്ചു വിരിച്ച് കയറി വരേണ്ട ഞാൻ ഇപ്പൊ വന്നത് ഒളിഞ്ഞും പാത്തും. അതിന് ഒരേ ഒരു കാരണക്കാരൻ നീയാ. അഹങ്കാരത്തിലും ആർഭാടത്തിലും മതിമറന്ന് സർവവും അടക്കി ഭരിച്ച് എല്ലാത്തിന്റെ സർവാധിപനായി സിംഹാസനത്തിലിരിക്കുന്ന നീ സമ്പാദിച്ചതാണോ ഇതൊക്കെ? അല്ല, നിന്നെ സ്നേഹിച്ചതിന് ദാരുണമായിട്ട് നീ കൊന്നുകളഞ്ഞ എന്റെ ചേച്ചിയുടെതാ രാജനന്ദിനിയുടേത്. നിന്നെ കാണാൻ ഒത്തില്ലെങ്കിലും ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നിന്നെ വേട്ടയാടി പിടിക്കും ഈ രാഗസുധ. നെഞ്ചു പൊട്ടിക്കരഞ്ഞ് ഈ നാട് വിട്ടുപോയ രാഗസുധ അല്ല ഇത്. ഇനി ഒരിക്കലും കരയില്ലാന്ന് ശപഥം ചെയ്ത രാജനന്ദിനിയുടെ അനിയത്തിയ. എനിക്ക് വേണ്ടത് ജീവനില്ലാത്ത നിന്റെ ഈ ഫോട്ടോ അല്ല, ജീവനുള്ള നിന്നെയാണ്. ഇത്രയും സെക്യൂരിറ്റീസ് ഉള്ള ഈ ഓഫീസിൽ ഒരു അൺലോൺ ലേഡി കയറിയിട്ട് ഇതുവരെ അവരെ പിടിക്കാനും കഴിഞ്ഞിട്ടില്ല, കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. തനിക്കൊക്കെ ഇവിടെ എന്താടോ ജോലി? ഞാൻ ഫ്രണ്ട് ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു സാർ. നൈറ്റ് ഷിഫ്റ്റ് കുറച്ചുപേരുണ്ടായിരുന്നോണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. സോറി സാർ. ഒരു സോറി സാർ. സാന്ദ്ര മേഡം, എന്തായിരുന്നു അവരുടെ വേഷം? ചിലപ്പോ അറിയാതെ കയറിയ ആരെങ്കിലും ആണെങ്കിലോ? സർ, ദാവണി പോലൊരു വേഷമാണ് ആ സ്ത്രീ ധരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവരറിയാതെ കയറിയതാണെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ വിളിച്ച സമയത്ത് അവര് നിൽക്കേണ്ടതല്ലേ? എന്നെ കണ്ടിട്ട് അവര് വേഗത്തിൽ കോറിഡോർ വഴി നടന്നുപോയി. അപ്പോ അവര് പുറത്തേക്ക് പോയി കാണണം മേഡം.
ഇത്രയും സമയം ഈ ഓഫീസിൽ ഒളിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല രാജാറാം സർ, ഐ എം ഡാം ഷുവർ അവർ ഇതിനകത്ത് എവിടെയോ ഉണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. എല്ലാവരും അവരവരുടെ പ്ലേസുകളിലേക്ക് പോയി ജോലി ചെയ്തോളൂ. ഓക്കെ സർ. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ സാന്ദ്ര മാഡം. മാഡത്തിന്റെ ഉറപ്പ് കേട്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. പോലീസിനെ വിളിക്കണോ സർ? ഹേയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദിസ്. പ്രത്യേകിച്ചും രവിയും കൂടി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇതൊരു ന്യൂസ് ആക്കണ്ട. മാഡം പോയി ജോലി ചെയ്തോളൂ. Are you sure, sir? യെസ് മാഡം, 100% ഷുവർ. അങ്ങനെ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ ഈ രാജാറാം കണ്ടുപിടിച്ചിരിക്കും. ആര്, എന്തിന്? 2 ചോദ്യം, 2 ഉത്തരം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതേത് സ്ത്രീയായാലും ജീവനോടെ ആവില്ല ഓഫീസിന് പുറത്തേക്ക് വരുന്നത്. ഹലോ എവരിവൺ, ലിസൺ ടു മീ. നിങ്ങൾ എല്ലാവരും ഉടൻ തന്നെ ഓഫീസിൽ നിന്ന് പോണം. ബാക്കി ജോലിയൊക്കെ ഇനി നാളെ ചെയ്താൽ മതി. പക്ഷേ സാർ, ഇതൊരു ഇമ്പോർട്ടന്റ് വർക്കാണ് നടക്കുന്നത്. നാളത്തേക്ക് പെൻഡിങ്ങിലാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞോളാം. ഇപ്പൊ ജസ്റ്റ് ഡു വാട്ട് ഐ സെഡ്. ക്ലിയർ ഔട്ട് ഫ്രം ഹിയർ. എന്താ രാജാറാം സർ, എന്തിനാ ഇവരെയൊക്കെ പറഞ്ഞു വിടുന്നേ? ഇവര് മാത്രമല്ല സാന്ദ്ര മാഡം, മാഡവും ഉടനെ ഇവിടെ നിന്ന് പോണം. സെക്യൂരിറ്റി സർ, നിങ്ങൾക്ക് ഇനി ഇവിടെ ഡ്യൂട്ടി ഇല്ല. ഓക്കെ സർ. ജസ്റ്റ് ക്ലിയർ ഔട്ട്. ശരി സാർ. ബട്ട് വൈ സർ? മേ ഐ നോ ദ റീസൺ? സോറി മാഡം, വിശദീകരിച്ച് നിൽക്കാനോ സംസാരിച്ചു നിൽക്കാനോ സമയമില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. എന്താ രാജാറാം സർ ഇത്? ഇന്ന് രാത്രി ചെയ്തു തീർക്കേണ്ട പല ജോലികളും ഉണ്ട് ഇവിടെ. ഇതെന്താ സാർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? സാറിനെന്താ ഒരു ടെൻഷൻ പോലെ? സാന്ദ്ര മാഡം പ്ലീസ്. നജീബ്, യു ക്യാൻ ലീവ് നൗ. ശരി സർ. സാന്ദ്ര മാഡം, ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ലെറ്റ്സ് ടോക്ക് ടുമാറോ. ഓക്കെ. ഇതെന്താ രാജാറാം സാർ ഇങ്ങനെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നേ? സംതിങ് റോങ്. ഇവിടെ വന്ന് കയറി ആ ഫോൺ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. സാറിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തേലും പ്രശ്നമുണ്ടോ? എന്ത് പറ്റി സർ? ഏയ്, നത്തിങ് ശ്രീലക്ഷ്മി. തനിക്ക് തോന്നുന്നത് ഐ ആം ഓക്കെ. ഞാനിങ്ങനെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്താ സർ ഇത്? ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ രാജാറാം സാറും സാന്ദ്ര മാഡം ഒക്കെ ഇല്ലേ? സാർ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? സാറിനോടൊപ്പം ഒരു യാത്രയൊക്കെ ചെയ്ത് ഫ്രീ ആവാന്ന് കരുതിയാ ഞാനിവിടെ വന്നത്. ഇവിടെ വന്നിട്ടും സാർ അവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നു. ഇനി അതല്ല, അത്രയും ഇമ്പോർട്ടന്റ് ആയ വർക്ക് വല്ലതും നാളെ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ തന്നെ മടങ്ങാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമുള്ളൂ. ഇനി അതും പറഞ്ഞ് ശ്രീലക്ഷ്മിക്കുട്ടി പിണങ്ങണ്ട. നോക്കേ, എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഗുഡ് ബൈ. ഞാനൊരു കാര്യം പറയട്ടെ? എന്താ?
പണ്ട് ഇതുപോലൊരു റൂമിൽ വെച്ച് സാർ എന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞത് ഓർമ്മയുണ്ടോ? പിന്നെ മറക്കാൻ പറ്റൂ? അന്ന് സാറ് പറഞ്ഞതൊക്കെ ഞാൻ ഉറങ്ങിക്കിടക്കാന്ന് കരുതിയിട്ടല്ലേ? ഇപ്പോ അതുപോലൊരു രാത്രി ഞാനും സാറും. ഞാൻ ദേ ഇവിടെ അന്നത്തെ പോലെ കിടക്കാം. സാർ അന്ന് പറഞ്ഞ പോലെ എന്നോട് ഒന്നുകൂടി ഇഷ്ടാന്ന് പറയോ? അതെന്തിനാണോ? കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഭാര്യ ഭർത്താവ് എന്ന ഭാരിച്ച ഉത്തരവാദിത്വം കാരണം പഴയ ശ്രീലക്ഷ്മിയെയും പഴയ രവിസാറിനെയും പലപ്പോഴും നഷ്ടപ്പെടുന്ന പോലെ. അതെനിക്കും തോന്നിയായിരുന്നു കേട്ടോ. ആ അതിനാ ഞാൻ പറഞ്ഞത്, ആ ഒരു സീൻ മാത്രം നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ? ഓക്കെ. ശ്രീലക്ഷ്മിക്കറിയോ, സത്യം പറഞ്ഞ ഇതുവരെ ഞാൻ മൂടിവെച്ചൊരു സത്യം തന്നോട് ഞാൻ പറയാൻ പോവാ. എനിക്ക് ശ്രീലക്ഷ്മിയെ ഒരുപാട് ഒരുപാട് ഇഷ്ടം. തിരുമേനി, ഇന്നലെയും ഇന്ന് ഇത്ര നേരായിട്ടും രാഗസ്വതി കണ്ടില്ലല്ലോ തിരുമേനി? സാധാരണ അങ്ങനെ കോവിലേക്ക് വരാതിരിക്കുന്നതല്ല, വരും, എന്നും വരാറുള്ളതാ. ഇനി എന്തു പറ്റി? വേറെ എവിടേക്കെങ്കിലും പോയതായിരിക്കോ? രാഗസുധയെ കുറിച്ച് അറിയാൻ മോൾ ഇത്രയും ആഗ്രഹിക്കുന്നതുകൊണ്ട് ചോദിക്കുക. മോള് രാഗസുധയുടെ ആരാ? ഞാൻ രാഗസുധയുടെ ചേച്ചിയാ. രാഗസുധയുടെ ചേച്ചിയോ? രാജനന്ദിനി അല്ലാതെ തനിക്ക് വേറെ ആരുമില്ലെന്നാണല്ലോ രാഗസുധ എന്നോട് പറഞ്ഞത്. പ്രായത്തിലും രാഗസുധയേക്കാൾ ചെറുപ്പമാണല്ലോ കുട്ടി. പിന്നെങ്ങനെ? രാഗസുധ പറഞ്ഞ രാജനന്ദിനി ഞാൻ തന്നെയാ. എന്റെ അനിയത്തിയാ രാഗസുധ. എന്നമ്മാ സൊല്ലേ? രാജനന്ദിനി മരിച്ചു പോയതല്ലേ? പിന്നെ എങ്ങനെയാ? ഞാൻ പറഞ്ഞത് സത്യമാണ് തിരുമേനി. രാഗസുധ പറഞ്ഞ് ആ രാജനന്ദിനി ഞാൻ തന്നെയാ. ഇവിടെ എത്തുന്നവരെ രാഗസുധ എന്റെ അനിയത്തിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. മോളെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ മോൾ ഒന്നും വിചാരിക്കരുത്. എന്താ തിരുമേനി? രാഗസുധയെ മോൾക്ക് പരിചയം കാണുമായിരിക്കാം, പക്ഷേ രാജനന്ദിനിയാണ് മോളെന്ന് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രാഗസുധയെ കാണുമ്പോൾ പറയരുത്. അത് ആ കുട്ടിക്ക് വലിയ വിഷമമുണ്ടായെന്ന് വരും. ഇതൊക്കെ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അറിയാം തിരുമേനി, ഞാൻ പറയാൻ പോകുന്നത് രാഗസുധയ്ക്ക് ഏറെ സന്തോഷമേകുന്ന കാര്യങ്ങളായിരിക്കും. നല്ലത്. ഒരുപാട് വിഷമിക്കുന്ന ഒരു പാവം പെൺകുട്ടിയാണ് രാഗസുധ. എന്തായാലും മോൾ കാത്തു നിൽക്ക്, രാഗസുധ വരും. പിന്നെ തിരുമേനി, രാഗസുധ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഈ നമ്പറിൽ എന്നെ വിളിക്കണം. വിളിക്കാം. പൂജയ്ക്കുള്ള സമയമായി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.